കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നതും ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്, ഞാൻ പഠിച്ചതും ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ്. പക്ഷേ അവിടെയൊന്നും ഒരിക്കലും ഇതേപോലെ മതപരമായ ഒരു കാര്യങ്ങളും ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അതിപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും മതപരമായ കാര്യങ്ങളൊന്നും നമുക്കവിടെ ഒരു ചർച്ച ചെയ്യപ്പെടുകയോ പ്രശ്നം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഇത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ സ്കൂളുകാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ മുസ്ലിംസ് ശിരോവസ്ത്രം ധരിക്കുന്നവരാണെന്നും അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കളർ, അവരുടെ യൂണിഫോമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കളറിലുള്ളത് മാത്രമേ ധരിക്കാവുന്നൊരു നിയമം കൊണ്ടുവന്നാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് ഇത്രയും അങ്ങ് എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അത് കൊണ്ടുപോകണം എന്നുള്ളതും അത് ആ രീതിയിൽ എത്തണം, ചർച്ചയാവണം എന്നൊക്കെ ആരൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഹിജാബ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് പലരും വന്നിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ മഹത്വം എന്താണെന്നറിയണം, അത് ഏത് തരം വസ്ത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഖുറാനും ഇസ്ലാമും എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കിയ എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ പറയുന്നത് ഈ ഹിജാബിനെ അപ്പിക്കുപ്പായം എന്നാണ്. കാരണം ആ കാലത്ത് എന്താ പറയുക, ഇവർക്ക് ടോയ്ലറ്റ് സൗകര്യം ഇല്ലാതിരുന്നുകൊണ്ട് തുറന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ആളാരാന്ന് തിരിച്ചറിയാതിരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രമാണ് ഈ ഹിജാബ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഈ ഖുറാനൊന്നും വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണോ ശരിക്കും ഹിജാബ്? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന് ഇത്ര മഹത്വവൽക്കരിക്കേണ്ട കാര്യമുണ്ടോ? പണ്ട് കാലത്ത് ഇവർക്ക് ഈ മതപരമായ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതായത് ഇവർക്ക് മൈക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല, ഇവർക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല, സിനിമ, പാട്ട് പോലെയുള്ള എൻ്റർടൈൻമെൻറ്റുകൾ പാടില്ല. വളരെ മതപരമായി ആ രീതിയിൽ വേണം ജീവിക്കാൻ. പക്ഷേ ഇപ്പോൾ ബാങ്ക് വിളിക്കണമെങ്കിൽ മൈക്കുണ്ട്, അതുപോലെ ഹജ്ജിന് പോകണമെങ്കിൽ ഫോട്ടോ എടുത്താലേ മതിയാവും. പാസ്പോർട്ട് കിട്ടണമെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, എങ്കിലേ പോകാൻ പറ്റുള്ളൂ. അതേപോലെ എന്താ പറയുക, സിനിമയും പാട്ടും എല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചില വിട്ടുവീഴ്ചകളൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ കാലം മാറുന്നതനുസരിച്ച്. പിന്നെ പല മതപുരോഹിതന്മാരും അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ഇപ്പോൾ പല കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആവാം എന്നാണ് പറയുന്നത്. ഇതൊന്നും ഇവരുടെ മതപുസ്തകത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയാകുമ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാ ഭാഗത്തും കൊണ്ടുവരണം. ഇതൊന്നും ചെയ്യാതിരിക്കണം എന്നല്ല എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹിജാബ്, പർദ്ദ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവർ സമൂഹത്തിൽ മുന്നിലേക്ക് വരുന്നത്, ഇതിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കണ്ടേ?